إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ മുഅ്മിനൂൻ 17ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് മുമ്പുള്ള ആയത്തുകളിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദമായി പഠിപ്പിച്ചു തന്നു. ആ ദൃഷ്ടാന്തങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കണമെന്നാണ് പറഞ്ഞതിന്റെയൊക്കെ ആകത്തുക. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിലുള്ള വലിയ വലിയ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഈ ആയത്തിൽ കൂടി. അയാത്തുൽ കൗനിയ എന്ന് പറഞ്ഞാൽ പ്രകൃതി ദൃഷ്ടാന്തങ്ങളുമായി ബന്ധപ്പെട്ട വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ഉണർത്തിത്തരികയാണ്. അത് മുൻപ് വിശദീകരിച്ചതുപോലെ ഇതിലൊന്നും യാതൊരു തരത്തിൽ അല്ലാഹുവിന്റെ ഏതൊരു സൃഷ്ടികൾക്ക്, അത് മലക്കുകളാകട്ടെ, അല്ലെങ്കിൽ അമ്പിയാക്കളാകട്ടെ, സ്വലിഹീങ്ങളാകട്ടെ, അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ജിന്നുകളാകട്ടെ, അവർക്കൊന്നും യാതൊരു പങ്കാളിത്തവും ഈ തരത്തിലുള്ള പ്രകൃതിയുടെ ആ പരിപാലനത്തിലോ അതിന്റെ സൃഷ്ടിപ്പിലോ അതിന്റെ നിയന്ത്രണത്തിലോ ഇല്ല എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആയത്തുകൾ അവതരിപ്പിക്കുന്നു. നിങ്ങൾ എന്താണ് ആയത്തിൽ പറയുന്നത്? വലഖദ് ഖലഖനാ, നിശ്ചയമായും നാം സൃഷ്ടിച്ചിട്ടുണ്ട്, ഫൗഖക്കും, നിങ്ങൾക്ക് മുകളിലായി സൃഷ്ടിച്ചിട്ടുണ്ട്, സബ്അ തറായിക്, 7 മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങൾ, ഒന്നിനു മേലെ ഒന്നായി അടുക്കായി അടുക്കായി അടുക്കുകളായി 7 ആകാശങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ശാസ്ത്രലോകം 1ാം ആകാശത്തിൽ മാത്രമാണ് അവരുടെ അറിവ് ആ പരിമിതമായി ഒതുങ്ങി നിൽക്കുന്നത്. അതിനു മുകളിൽ 7 ആകാശമുണ്ടെന്നാണ് ഖുർആൻ പറയുന്നു, നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വമാ കുന്നാ അനിൽ ഖൽഖി, വമാ കുന്നാ, നാമായിട്ടില്ല, അനിൽ ഖൽഖി, നമ്മുടെ സൃഷ്ടികളെ പറ്റി ഗാഫിലീൻ, അശ്രദ്ധനല്ല എന്നാണല്ലോ പറയുന്നത്. സദാസമയം അല്ലാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ചൊന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്നത് മാത്രമല്ല, എന്നോ അത് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതുമാകുന്നു. നോക്കൂ, ഇത്തരം പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അല്ലാഹു മാത്രമാണ് അതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ആരാധന അഖിലവും അല്ലാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടതാകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരികയാണ് അല്ലാഹു ഇത്തരം ആയത്തുകളിൽ കൂടി. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.